നമ്മളെപ്പോൾ കന്യാകുമാരിയിലെത്തും? പെട്ടെന്ന് ദീപ്തി ചോദിച്ചു. ഇനി 1.5 മണിക്കൂർ, രാജീവ് പറഞ്ഞു. സ്പീഡോമീറ്ററിന്റെ സൂചി 70-ൽ നിന്ന് താഴേക്കിറങ്ങിയതേയില്ല. ദീപ്തിയുടെ വിരലുകൾ അപ്പോഴും രാജീവിന്റെ ഇടത് കൈക്കുള്ളായിരുന്നു. ഇളം ചൂടുള്ള മൃദുവായ വിരലുകൾ. രാജീവേട്ടന് പാട്ട് ഇഷ്ടമല്ലേ? അവൾ ചോദിച്ചു. ദീപ്തി ചോദിച്ചതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. ഡാഷ്ബോർഡിനുള്ളിൽ 8-10 സീഡികൾ കാണും. എന്താ, ഒരു ഡ്യുവറ്റ് പാടാൻ തോന്നുന്നുണ്ടോ? എങ്കിലും മനസ്സിലാകാത്ത മട്ടിൽ അയാൾ ചോദിച്ചു. ഉവ്വ്, പക്ഷേ എനിക്ക് പാടാനറിയില്ല. പാടണ്ട, ചുമ്മാ മൂളിയാലും മതി. അവൾ അത് കേട്ട് ചിരിച്ചു. രാജീവ് കൈവിട്ടിട്ട് ഡാഷ്ബോർഡിൽ നിന്നും സീഡികളെല്ലാം പുറത്തെടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ ഒരെണ്ണം തിരഞ്ഞെടുത്ത് പ്ലെയറിലിട്ടു. കാറിനുള്ളിലെ തണുപ്പ് നിറഞ്ഞ നിശബ്ദതയിൽ പെട്ടെന്ന് സോനു നിഗം പതിഞ്ഞ സ്വരത്തിൽ പാടാൻ തുടങ്ങി. ഹിന്ദി പാട്ടാണോ ദീപ്തിക്ക് ഇഷ്ടം? അയാൾ ചോദിച്ചു. അങ്ങനൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. അവൾ മുഖം തിരിച്ച് അയാളെ നോക്കി പുഞ്ചിരിച്ചു. ദീപ്തിയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അയാൾക്ക് നേരിയ കുറ്റബോധം തോന്നാതിരുന്നില്ല. പ്രഭാതത്തിൽ വിരിഞ്ഞ പനിനീർ പൂവ് പോലെ പരിശുദ്ധമായ പെൺകുട്ടിയാണ് അവൾ. ഇന്നു രാത്രിയിൽ അവൾ കളങ്കപ്പെടും. അവളുടെ ഡാഡി ചെയ്ത കുറ്റത്തിന് അവളാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. എൻ്റെ സിത്താരയെ നിഷ്കരണം കൊലപ്പെടുത്തി കായലിൽ തള്ളിയ മേജർ ജയരാമനോട് എങ്ങനെ പകവിട്ടാതിരിക്കാൻ പറ്റും? കണ്ണീരിന് പകരം അയാളുടെ കണ്ണുകളിൽ നിന്ന് ചോരയൊഴുകണം. മകളുടെ മാനം കാക്കണമെന്ന് അപേക്ഷിച്ച് അയാൾ തൻ്റെ കാൽക്കൽ വരും. സിത്താരയുടെ അമ്മയെ മുന്നിൽ നിർത്തി അപ്പോൾ ചോദിക്കണം, രാജീവേട്ടൻ ഇവിടെ എങ്ങുമില്ലേ? ദീപ്തിയുടെ ചോദ്യം കേട്ട് അയാൾ ചിന്തയിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഏയ്, ഞാൻ. രാജീവ് വിളറിയ ഒരു ചിരി ചിരിച്ചു. ആരെയാ ഓർത്തുകൊണ്ടിരുന്നത്? നീ എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ വേറെ ആരെ ഓർക്കാനാണ്? അയാൾ നിഷ്കളങ്കത നടിച്ചു. അതോ ഒരു നിമിഷത്തേക്ക് മനസ്സ് മിസ് താരാമാധവൻ്റെ അടുത്തേക്ക് പാറി പറന്നു പോയോ? കളിമട്ടിൽ അവൾ ചോദിച്ചു. താരാമാധവ് എൻ്റെ ബോസ് മാത്രമാണ്, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. ബോസിനെ സന്തോഷിപ്പിച്ച് നിർത്താനേ ബുദ്ധിയുള്ളവർ ശ്രമിക്കൂ. ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്. താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മുഖം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. എതിരെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. രാജീവ് വളരെ ശ്രദ്ധയോടെയാണ് കാർ ഡ്രൈവ് ചെയ്തത്. ഒരു ആപത്തും ഉണ്ടാക്കാൻ പാടില്ല. കൂട്ടുകാരിയുടെ മാരേജിൽ പങ്കെടുക്കാൻ പോയ ദീപ്തി എങ്ങനെ രാജീവിൻ്റെ കാറിൽ ഉണ്ടായി എന്ന് ആരും ചോദിക്കാൻ ഇടവരരുത്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? ദീപ്തി പൊടുന്നനെ ചോദിച്ചു. അവിടെ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ഹോട്ടൽ ഹേമന്ത്. ഒരു സ്യൂട്ടാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിൽ നിന്നാൽ 3 സാഗരങ്ങളും ഒരേ സമയത്ത് കാണാം. പുലർച്ചെ ഉദയവും സായം സന്ധ്യയിൽ അസ്തമയവും കാണാം. ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോ രാജീവേട്ടൻ? അവളുടെ കണ്ണുകളിലെ സംശയം അയാൾ കണ്ടു. ഇല്ല, അവരുടെ പ്രൊമോഷൻ ബ്രോഷറിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവൾ പുഞ്ചിരിച്ചു. നമ്മൾ ഇന്ന് അസ്തമയം കാണുന്നു, നാളെ ഉദയം കാണുന്നു, അവൾ പറഞ്ഞു. യു ആർ റൈറ്റ്. അയാൾ അത് ശരിവെച്ചു. കാർ കന്യാകുമാരിയിലെത്തിയത് അറിഞ്ഞില്ല. കടൽ തീരത്ത് പണിത മനോഹരമായ 3 നില കെട്ടിടമായിരുന്നു ഹോട്ടൽ ഹേമന്ത്. പോർച്ചിൽ ചെന്ന് കാർ നിന്നപ്പോൾ യൂണിഫോം ധരിച്ച പരിചാരകൻ ധൃതിയിൽ നിന്ന് വണങ്ങി. അയാളാണ് കാറിൽ നിന്ന് രാജീവിൻ്റെയും സിത്താരയുടെയും ബാഗുകൾ എടുത്ത് ലോബിയിലേക്ക് കൊണ്ടുപോയത്. വേറൊരു പരിചാരകൻ വന്ന് രാജീവിൻ്റെ കാർ ഏറ്റെടുത്ത് പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയി. സ്യൂട്ടും ടൈയും ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് റിസപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഐ ആം രാജീവ് മേനൻ ഫ്രം ട്രിവാൻഡ്രം. ഇന്നത്തേക്ക് ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, രാജീവ് പറഞ്ഞു. വെൽക്കം സാർ, 1 മിനിറ്റ് പ്ലീസ്. ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടറിൽ എന്തോ പരിശോധിച്ചു. പിന്നെ ഒരു രജിസ്ട്രേഷൻ കാർഡ് എടുത്ത് രാജീവിന് കൊടുത്തു. പരിഭ്രമം പുറത്ത് കാണിക്കാതെ ദീപ്തി അയാളുടെ അടുത്ത് ധൈര്യം അവലംബിച്ചു നിന്നു. ഈശ്വര, ഡാഡി ഇതുവല്ലതും അറിയണം. സീറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് സർ, പ്ലീസ്. യൂണിഫോം ധരിച്ച മറ്റൊരു പരിചാരകൻ വന്ന് അവരുടെ ബാഗേജുകൾ എടുത്തു. പ്ലീസ് കം സാർ. അയാളുടെ പിന്നാലെ അവർ 2 പേരും ചെന്നു. ലിഫ്റ്റിൽ കയറി നിന്നപ്പോൾ രാജുവിൻ്റെ കയ്യിൽ ഒരു ബലത്തിനായി ദീപ്തി അമർത്തിപ്പിടിച്ചു. അവൾ വല്ലാതെ ചകിതയാണെന്ന് അയാൾക്ക് മനസ്സിലായി. മുകളിലത്തെ നിലയിൽ ചെന്ന് ലിഫ്റ്റിൽ നിന്നു. പുറത്തു കടന്ന് വലത്തേക്ക് തിരിഞ്ഞപ്പോൾ 2ാമത്തെ വാതിലായിരുന്നു അവരുടെ സ്യൂട്ട്. പുറത്ത് കോറിഡോർ വിജനമായിരുന്നു. അത് അവളെ ശരിക്കും ആശ്വസിപ്പിച്ചു. പരിചാരകൻ വാതിൽ തുറന്ന് അകത്ത് കയറി ബാഗുകൾ സൈഡ് ടേബിളിൽ വച്ചു. എന്നിട്ട് AC ഓൺ ചെയ്തു. എന്തെങ്കിലും വേണമെങ്കിൽ റിസപ്ഷനിലേക്ക് വിളിച്ചാൽ മതി സാർ. ഓക്കെ, താങ്ക് യു. രാജീവ് പേഴ്സിൽ നിന്ന് ഒരു 50 രൂപ നോട്ടെടുത്ത് അയാൾക്ക് ടിപ്പ് കൊടുത്തു. അയാൾ നന്ദിപൂർവ്വം തലയൊന്ന് കുനിച്ചിട്ട് പുറത്തിറങ്ങി വീണ്ടും വാതിലടച്ചു. ദീപ്തി കൗതുകത്തോടെ ചുറ്റും ഒന്ന് നോക്കി. മനോഹരമായി ഫർണിഷ് ചെയ്ത ലിവിംഗ് റൂം ആയിരുന്നു അത്. സോഫകൾ, സിംഗിൾ ചെയറുകൾ, TV, ഭിത്തിയിൽ പെയിൻറ്റിങ്ങുകൾ. അടുത്ത മുറി കാണണ്ടേ? അയാൾ അവളെ തൊട്ട് പിന്നിലെ മുറിയിലേക്ക് കൊണ്ടുപോയി. രാജകീയമായി അലങ്കരിച്ച ബെഡ്റൂമായിരുന്നു അത്. ഇവിടെയാണ് നമ്മൾ ഇന്ന് രാത്രി ആഘോഷിക്കുന്നത്. അവൾ പെട്ടെന്ന് അയാളുടെ വായ പൊത്തി. ഇല്ല രാജീവേട്ട, നമ്മൾ പരസ്പരം തൊടാതെയാണ് ഇന്ന് ഈ മുറിയിൽ ഉറങ്ങുന്നത്, അവൾ പറഞ്ഞു. അയാൾ വെറുതെ ചിരിച്ചു. ഇല്ല മോളെ, രാജീവ് ഉദ്ദേശം സാധിച്ചിട്ടേ ഇവിടുന്ന് മടങ്ങും. ബെഡ്റൂമിൽ നിന്ന് അവൾ പിന്നിലേക്കുള്ള വാതിൽ തുറന്നു. ബാൽക്കണിയിലേക്കുള്ള വാതിലായിരുന്നു അത്. വാതിൽ തുറന്നതും കടലിൽ നിന്ന് കയറി വന്ന ഒരു കാറ്റ് അവളെ ആശ്ലേഷിച്ചു.
വെയിലത്ത് വെട്ടിത്തിളങ്ങുന്ന നീലക്കടലിൽ നോക്കി അവൾ കൗതുകത്തോടെ നിന്നു. നല്ല ഭംഗിയുള്ള കാഴ്ച അല്ലേ? പിന്നിൽ നിന്ന് രാജീവ് ചോദിച്ചു. യെസ്, സോ ലവ്ലി. അല്പനേരം ബാൽക്കണിയിൽ തന്നെ നിന്നിട്ട് അവർ വീണ്ടും അകത്തേക്ക് കയറി. മണി 12:30. വിശക്കുന്നില്ലേ ദീപ്തിക്ക്? വാച്ചിൽ നോക്കിയിട്ട് അയാൾ ചോദിച്ചു. ധൃതിയില്ല രാജീവേട്ടാ, മനസ്സിൽ പേടിയുണ്ട്, അതുകൊണ്ടാണ് വിശപ്പ് തോന്നാത്തത്. അയാൾ അവളെ കളിയാക്കി. ശരിയായിരിക്കാം, അവളത് സമ്മതിച്ചു. ദാഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജ്യൂസിന് ഓർഡർ കൊടുക്കാം, അയാൾ പറഞ്ഞു. അവൾ എതിർത്തില്ല. അയാൾ 2 മൂസമ്പി ജ്യൂസിന് ഓർഡർ കൊടുത്തു. ഡാഡി വിചാരിക്കും ഞാനിപ്പോൾ നാഗർകോവിലെ ജിൻസിയുടെ വീട്ടിലായിരിക്കുമെന്ന്, അവൾ പറഞ്ഞു. നീയും അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. എന്തായാലും രാജീവേട്ടൻ ഇത്ര ബുദ്ധിശാലിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, അവൾ പറഞ്ഞു. അതെന്താ? അന്ന് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി തരാൻ ഞാൻ പറഞ്ഞപ്പോൾ രാജീവേട്ടൻ ഇങ്ങനൊരു കണ്ടീഷൻ വയ്ക്കുമെന്ന് ഞാൻ ഊഹിച്ചത് പോലുമില്ല. പരസ്പരം വിശ്വാസമുള്ളത് കൊണ്ടാണ് താരാമാധവൻ്റെ കമ്പനിയിൽ നിന്ന് രാജിവെക്കാനുള്ള കത്ത് തീയതി വയ്ക്കാതെ ഞാൻ എഴുതി നിനക്ക് തന്നതും ഒരു പകലും രാത്രിയും എന്നോടൊപ്പം കഴിയാമെന്ന് നീ സമ്മതിച്ചതും. ശരിയാ രാജീവേട്ടാ. മൂസമ്പി ജ്യൂസ് വന്നു. അത് അല്പാൽപ്പം കുടിച്ചുകൊണ്ടാണ് അവർ പിന്നെ സംസാരിച്ചത്. നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോവില്ലേ, അവൾ ചോദിച്ചു. മാരേജ് കഴിഞ്ഞ് വൈകുന്നേരമല്ലേ ചെല്ലൂ, അങ്ങനെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? ശരിയാണ്. പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു. നാളെ ലഞ്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. 4 മണി കഴിയുമ്പോൾ ഞാൻ നിന്നെ തമ്പാനൂരിൽ കൊണ്ടുചെന്ന് വിടും. അതുമതി. പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ബാൽക്കണിയിൽ കസേരകളിട്ട് അവർ കടൽ കണ്ടിരുന്നു. കടലിൽ ഉയർന്നു നിൽക്കുന്ന വിവേകാനന്ദ സ്മാരകത്തിലേക്ക് ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇടവിട്ട് ബോട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. വൈകുന്നേരം നമുക്ക് ഷോപ്പിങ്ങിന് പോകണം, രാജീവ് പറഞ്ഞു. അയ്യോ, അത് വേണ്ട. ഡാഡിയുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാൽ, അവൾ ഭയന്നു. എങ്കിൽ വേണ്ട. ഭക്ഷണം റൂമിലേക്ക് വരുത്തി. അവൾ ഭക്ഷണം പേരിന് മാത്രമേ കഴിച്ചുള്ളൂ. വിശപ്പില്ല രാജീവേട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് രാജീവ് മൊബൈലെടുത്ത് സൈലൻറ്റ് മോഡിലിട്ടു. ഇനി ഏത് നേരത്തും താരമാധവൻ്റെ വിളി വന്നേക്കും. ദീപ്തി അതറിയരുത്. ഞാൻ അല്പനേരം കിടക്കട്ടെ. ഡ്രൈവ് ചെയ്തതിൻ്റെയായിരിക്കും നല്ല ക്ഷീണം, അയാൾ പറഞ്ഞു. കിടന്നോളൂ. ദീപ്തിയും വരൂ, നമുക്കൊന്നിച്ച് കിടക്കാം. വേണ്ട രാജീവേട്ടാ, അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. രാജീവ് കിടന്നൊന്ന് മയങ്ങി. അപ്പോഴാണ് ദീപ്തിയുടെ ഫോണിൽ ജയരാമിൻ്റെ വിളി വന്നത്. ഡാഡിയുടെ പേര് കണ്ട് അവളൊന്ന് ഞെട്ടി. ഹലോ, നീ ഇപ്പോൾ എവിടെയാണ് മോളെ? ഞാൻ ജിൻസിയുടെ വീട്ടിലാണ് ഡാഡി. നിൻ്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഉവ്വ്, റെയിൽവേ സ്റ്റേഷനിൽ അവൾ വണ്ടിയും കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ദീപ്തി വീണ്ടും നുണ പറഞ്ഞു. ശരി മോളെ, നാളെ കഴിയുന്നത് നേരത്തെ തിരിച്ചു പോന്നേക്കണം. ഷുവർ ഡാഡി. ജയരാമൻ അധികമൊന്നും സംസാരിക്കാതെ ഫോൺ വെച്ചു. രാജീവ് ഉണർന്നു നോക്കിയപ്പോൾ താരമാധവൻ്റെ 2 മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. അയാൾ തിരിച്ചു വിളിച്ചില്ല. ഇനി വിളിച്ചാൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാം. ദീപ്തി സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ച് മിഡിയും ടോപ്പും ധരിച്ചു. രാജീവ് കുളി കഴിഞ്ഞ് മുണ്ടും ഷർട്ടുമാണ് ധരിച്ചത്. രാജീവേട്ടൻ നന്നായി ഇണങ്ങുന്നുണ്ട് മുണ്ടും ഷർട്ടും, അവൾ പറഞ്ഞു. സുന്ദരന്മാർ എന്ത് ധരിച്ചാലും നല്ല പോലെ ഇണങ്ങും. അയാളുടെ ആത്മവിശ്വാസം കേട്ട് അവൾ ചിരിച്ചു. രാത്രിയിൽ അവർ ബാൽക്കണിയിലിരുന്ന് ഏറെ നേരം സംസാരിച്ചു. മരിച്ചുപോയ അമ്മയെക്കുറിച്ചാണ് ദീപ്തി കൂടുതലും പറഞ്ഞത്. അവളോട് സഹതാപം തോന്നരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. പാലും പഴങ്ങളും മാത്രമായിരുന്നു അത്താഴം. നമുക്കിനി ഉറങ്ങിയാലോ? 11 മണിയായപ്പോൾ രാജീവ് ചോദിച്ചു. അവൾ ദുർബലമായി തലകുലക്കി. അവർ പരസ്പരം ഒരു നിമിഷം നോക്കി നിന്നു. പെട്ടെന്ന് അവൾ മുഖം കുനിച്ചു. അയാൾ മെല്ലെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി അതരത്തിൽ അമർത്തി ചുംബിച്ചു. ദീപ്തി, അയാൾ ആർദ്രമായ സ്വരത്തിൽ വിളിച്ചു. എന്താ രാജീവേട്ടാ? മന്ത്രിക്കും പോലെ അവൾ ചോദിച്ചു. നീ എൻ്റേത് മാത്രമല്ലേ? അതെ. എന്താ ഇത്ര സംശയം? പിന്നെന്താ എന്നെ വിശ്വാസമില്ലാത്തത്? എനിക്ക് രാജീവേട്ടന് വിശ്വാസമാണ്. രാജീവ് അവളെ മെല്ലെ മെത്തയിലേക്ക് കിടത്തി. അടുത്ത ചുംബനം ഏറ്റുവാങ്ങാനായി അവൾ കണ്ണുകളടച്ച് കിടന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ നിക്കോളാസും ശ്രേയയും റിച്ചാർഡും നിശബ്ദരായി കാത്തിരുന്നു. സിത്താരയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് 2 മണിക്കൂറിലേറെയായിരുന്നു. രാവിലെ ഫ്ലൈറ്റിലാണ് ഡോക്ടർ പ്രതീഷ് ഭട്നഗർ മുംബൈയിൽ നിന്ന് എത്തിയത്. ഹോട്ടലിൽ ചെന്ന് വിശ്രമിക്കുക പോലും ചെയ്യാതെ അദ്ദേഹം നേരെ സത്യഭാമ ഹോസ്പിറ്റലിലേക്ക് വന്നു. അരമണിക്കൂറിന് ശേഷം ഓപ്പറേഷൻ നടത്തി. രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തിയിരുന്നു നിക്കോളാസും ശ്രേയയും റിച്ചാർഡും. ഇടയ്ക്ക് ശ്രേയ കർച്ചീഫ് എടുത്ത് കണ്ണു തുറച്ചു. എന്തും വരട്ടെ, ബി ബോൾഡ് ശ്രേയ, നിക്കോളാസ് അവർക്ക് ധൈര്യം കൊടുത്തു. എത്ര ശ്രമിച്ചിട്ടും ഐ ഫീൽ ഐ വിൽ ലൂസ് ഹെർ ഫോർ എവർ, അവർ വീണ്ടും തേങ്ങി. മമ്മി, ഈ ഓപ്പറേഷൻ ഒട്ടും റിസ്കി അല്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അവളുടെ ആയുസ്സിനൊരു ഭീഷണിയുമില്ല. ബോധം തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഓപ്പറേഷനാണിത്. റിച്ചാർഡ് അവരെ വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അതുതന്നെയാ എൻ്റെ പേടി. ഓപ്പറേഷൻ കഴിയുമ്പോൾ അവൾ നമ്മുടെ സാന്ദ്രയായിട്ടല്ല, യഥാർത്ഥ സിത്താരയായിട്ടാണ് ഉണരുന്നതെങ്കിലോ? ശ്രേയയുടെ ആ ചോദ്യത്തിന് നിക്കോളാസിനും റിച്ചാർഡിനും മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ പിന്നെ നമ്മളെ തിരിച്ചറിയത്തില്ല. നമ്മളെല്ലാവരും അവൾക്ക് അന്യർ. ഷീ വിൽ റിമെമ്പർ ഹെർ പാസ്റ്റ് എവരിത്തിങ്. അവളുടെ പേരൻസ് ആരാണെന്നും അവളുടെ വീട് എവിടെയാണെന്നും അവൾക്ക് ഓർമ്മ വരും. അവൾ നമ്മളെ വിട്ടു പോകും. ശ്രേയയുടെ ഇരുക്കവിളുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി വീണു.
എന്ത് സംഭവിച്ചാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം മമ്മി. നമ്മുടെ സാന്ദ്ര നമ്മുടേതല്ലായിരുന്നോ? ദൈവം അവളെ തിരിച്ചു വിളിച്ചപ്പോൾ നമ്മൾ സഹിച്ചില്ലേ? അതുപോലെ ഇതും സഹിക്കണം. റിച്ചാർഡ് അവരുടെ ചുമലിൽ സാന്ത്വനിപ്പിക്കുന്നത് പോലെ കൈവച്ചു. എനിക്ക് അങ്ങനെയൊന്നുമല്ല തോന്നുന്നത്. സിത്താര ഉണരുന്നത് പഴയ ജീവിതത്തിലേക്കായിരിക്കില്ല, നമ്മുടെ മകളായിട്ട് തന്നെയായിരിക്കും. നിക്കോളാസിന് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇല്ല നിക്കി, വി വിൽ ലൂസ് ഹെർ, ഐ നോ, ശ്രീയ പിറുപിറുത്തു. ഉച്ചയ്ക്ക് 2 മണിയായി ഓപ്പറേഷൻ അവസാനിച്ചപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ഡോക്ടർ പ്രതീഷ് ഭട്നഗറും ഡോക്ടർ രമേഷ് ഭട്ടും സംതൃപ്തരായിരുന്നു. നത്തിങ് ടു വറി, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്, നിക്കോളാസിൻ്റെ ചുമലിൽ തട്ടി ഡോക്ടർ ഭട്ട് പറഞ്ഞു. പിന്നെ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളായിരുന്നു. സിത്താരയെ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റി. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോഴാണ് അവൾക്ക് ആദ്യമായി കണ്ണു തുറന്നത്. നിക്കോളാസും ശ്രേയയും റിച്ചാർഡും അപ്പോൾ അവളുടെ അടുത്തുണ്ടായിരുന്നു. സിത്താര മാറി മാറി 3 പേരുടെയും മുഖത്തേക്ക് നോക്കി.